താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഈ ജർമ്മനിയുടെ മെത്രാപ്പൊലീത്ത ഹന്നായിദീൻ തിരുമേനി അദ്ദേഹം ഒത്തിരി തമാശ പറയും. വൈകുന്നേരം എന്നെ കണ്ടപ്പോൾ ഇന്ത്യയിലാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ഒരു പ്രഭാഷകനായിട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് സിറിയൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ത്യക്കാരുടെ വലിയ താല്പര്യമാണ്. എന്നോട് ചോദിച്ചു, നീ എന്തിനാ അവിടെ വന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ സുറിയാനി ഭാഷ പഠിക്കാൻ വന്നതാണ്. ഉടനടി തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പോകും. കാരണം എന്താ? അന്ത്യനാളിൽ ന്യായവിധിയുടെ സമയത്ത് കർത്താവ് ന്യായവിധി നടത്തുവാൻ പോകുന്നത് സുറിയാനി ഭാഷയിലാണ്. അപ്പൊ നീ ഏതൊക്കെയാ പാപം ചെയ്തതെന്ന് നിന്നോട് സുറിയാനി ഭാഷയിൽ ചോദിക്കുമ്പോൾ നിനക്ക് സുറിയാനിയിൽ തിരിച്ച് മറുപടി പറയാൻ അല്ലെങ്കിൽ നിനക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകും, സുറിയാനി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരുമേനി വളരെ രസകരമായ രീതിയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ അമേരിക്കയിൽ പഠിച്ചത് ഗ്രീക്ക് ഓർത്തഡോക്സ് സെമിനാരിയിലാണ്. അവരുടെ പ്രാർത്ഥന മുഴുവനും ഗ്രീക്കിലാണ്. ഒരു വാക്ക് പോലും അവർ ഇംഗ്ലീഷ് പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുകയില്ല. അമേരിക്കയിലാണ്. അവിടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇംഗ്ലീഷ് അറിയാം. അതിൽ പലരും അമേരിക്കൻ സിറ്റിസൺസ് ആണ്. എന്നിരുന്നാൽ തന്നെയും അവർ പ്രാർത്ഥിക്കുന്നത് ഗ്രീക്കിലാണ്. ഓർത്തഡോക്സ് മെന്റാലിറ്റി അതവർക്ക് പ്രചോദനം നൽകുകയാണ്. എന്നതുപോലെ തന്നെ സുറിയാനി ഭാഷയ്ക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകണം. സുറിയാനി ആദ്യം കേൾക്കുവാനുള്ള മനസ്സുണ്ടാക്കണം. അതിനുശേഷം അത് പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അതിൽ സംസാരിക്കുവാൻ. ഈ പാവപ്പെട്ട എനിക്ക് വരെ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു കഴിവോ ഒരു സാമർഥ്യമോ ഭാഷ പഠിക്കുവാനുള്ള പ്രത്യേക പരിജ്ഞാനമോ ഒന്നുമില്ലാത്ത എനിക്ക് വരെയും സുറിയാനി ഭാഷ പഠിക്കുവാനും സംസാരിക്കുവാനൊക്കെ ഉള്ള ഭാഗ്യം ദൈവം തന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ ഇവിടെ ഇരിക്കുന്ന ബുദ്ധിമാന്മാരും സമർത്ഥന്മാരുമായിരിക്കുന്നവർക്കൊക്കെ എത്ര നിഷ്പ്രയാസം അതൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സംസാരിക്കുവാനൊക്കെ സാധിക്കും. അല്പമൊന്ന് ഉത്സാഹിക്കുക. എക്കാറെ എന്ന വാക്കിന്റെ അർത്ഥം റൂട്ട് എന്നാണ്, വേര്. ബദ്ഗാസോ എന്ന് പറയും. അതിന്റെ അർത്ഥം ഈ ആരാധന ശുശ്രൂഷയിലൂടെ ദിസ് മസ്റ്റ് ബി എ ട്രിബ്യൂട്ട്. ഇത് ബഹുമാനപ്പെട്ട അച്ഛന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന വലിയ ഒരു ട്രിബ്യൂട്ടായി തീരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സംഗീത മത്സരം, സുറിയാനി സംഗീത മത്സരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും ദൈവനാമത്തിൽ എല്ലാവിധമായ വിജയാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നേരുന്നു. പക്ഷെ ജയിക്കുന്നവരൊരാളായിരിക്കും. എനിക്ക് ഇന്നയാൾക്ക് മാത്രം നേരാൻ പറ്റും. എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വളരെ ബഹുമാനപ്പെട്ട ഇട്ടിയടത്ത് അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചോളൂ. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹിതരെ, മണർകാട് യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ പരിപാടി യൂത്ത് അസോസിയേഷൻ്റെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളെങ്കിലും അറിയിക്കാനല്ല, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കോട്ടയിൽ അച്ഛൻ്റെ സ്മരണ ഇതിൽ കൂടി ഇവിടെ നിലനിർത്തുവാനും അതിൽ കൂടി അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള അവസരം കൂടി ആണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഇരിക്കാൻ ഒട്ടും തന്നെ സമയം കിട്ടുകയില്ല. കാരണം ഈ 2 ലൈറ്റും എനിക്ക് വിരോധിയായിപ്പോൾ. എൻ്റെ ഇവിടെ പറഞ്ഞല്ലോ, കണ്ണോപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു 20 ദിവസം 25 ദിവസങ്ങളാണ്. എൻ്റെ കയ്യിൽ 12ാമത്തെ ദിവസമാണ്. എങ്കിലും ഞാൻ ഇന്നലെ പോലെ ഓരോ ചെറിയ പരിപാടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വന്നു. ശേഷം ഇവിടുത്തെ ഒരു കുടുംബയോഗത്തിൻ്റെ യോഗത്തിൽ കുറേ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നു. വീട്ടിൽ പോയി മരുന്നൊഴിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വീട്ടിൽ വരെ പോയിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട കാലാച്ചനെ വിളിച്ചത്. ഞാൻ ഓർത്തത് 4 മണിക്ക് ശേഷം ഒരു പരിപാടി അന്നേരം എന്നെ വിളിക്കത്തുള്ളതാണ്. പക്ഷേ ഉടനെ വരണമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു. കോട്ടയം അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാൾ അറിയാവുന്ന പലരും ഇവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വളരെ നാളത്തെ പരിചയവും സ്നേഹവുമാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം പട്ടയ്ക്ക് മുമ്പ് മുതൽ തന്നെ കുറച്ചുകൂടെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാതാവ് എൻ്റെ ഒരു ശിഷ്യയായിരുന്നു. അപ്പോൾ ആ ബന്ധം വളരെ പഴക്കമായ ബന്ധം നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഇവിടെ വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച്
ഞാൻ ഈ ഉച്ച സമയത്ത് പോന്നതാണ്. നിങ്ങളിവിടെ അദ്ദേഹത്തിൻ്റെ നാമം നിലനിർത്തുന്ന മത്സരമുണ്ട്. ആ മത്സരത്തിൽ എല്ലാവരും ജയിക്കുന്ന ആഗ്രഹം. പക്ഷേ വോട്ടുകൾ കൂടുതൽ പലരെങ്കിലും വിജയിക്കുന്ന ഒരാൾ മാത്രമുള്ളത് പൗലോസ്ലീഹായെ പറയുന്നുണ്ട്. പലരും ഓടും. ആ ട്രൈബിൽ ഓടിയാലും വിജയം കിട്ടുന്ന 1-2 പേർക്കാണ് എന്ന് പറഞ്ഞ പോലെ ആരും നിരാശപ്പെടേണ്ട. നമ്മുടെ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. നിങ്ങൾ മത്സരിക്കുക, വിജയം ഓർത്ത് മത്സരിക്കേണ്ട. എന്നാലും കഴിവുകൾ പ്രദർശിപ്പിക്കാൻ മാത്രം നിങ്ങൾ പരിശ്രമിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സംഗീത മത്സരം ആരംഭിക്കും. അതിനു മുമ്പായിട്ട് വളരെ ബഹുമാനപ്പെട്ട ചെറിയാൻകോട്ടയിൽ അച്ഛൻ്റെ ഇളയ പുത്രൻ ജുബിൻ ചെറിയാൻ ജോൺസ് ഇപ്പോൾ കൂലോ ആറവോ എന്നുള്ള പാട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ശാലോം ചാനൽ നമ്മുടെ JC ക്രിയേഷൻസിൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഈ പാട്ട് നമ്മൾ കേൾക്കും. അത് രചിച്ചതും അത് ട്യൂൺ ചെയ്തതും വളരെ ബഹുമാനപ്പെട്ട കോട്ടയിൽ ചെറിയാനച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ പുത്രൻ ഇപ്പോൾ ഈ സുറിയാനി സംഗീത മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ പാട്ട് ആലപിക്കും. അതിനുവേണ്ടി ജുബിൻ ചെറിയാൻ ജോൺസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ നുഹറോ ഹോസെ നാൻ നുഹറോ യേശു മലേ നുഹറോ എന്നുള്ള ഗാനം, അതായത് വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്നുള്ള പാട്ടിൽ സുറിയാനി പാടി കഴിഞ്ഞിട്ട് ബകൂലോ അറവോ പാടുന്നതാണ്. ബനു ഹറോ അവസാനമായിരിക്കും പാടുന്നത്. ഇപ്പൊ കൂല അറവോ എന്നുള്ള പാട്ട് അവസാനമായിരിക്കും പാടുന്നത്. ഇപ്പോൾ സുറിയാനി സംഗീതം
Judges, please note chess number 101. खुशबी होते हुआ शुल्ब बिलो योशुबोस माना वैने से कदबो गयो ओ मरो लेमो काइमन काबरो afgoy kabaro den frinu moy mal badegla alkyamte dgaboro megdode mara nuharo dehne se O Marwo, O Mario, si ho komale, holeta. Sen sabaren lesliha, duhakum den kun laglilo, taman husun. Telmuto dunu homo nuhero kohosi nuhero Yeshu nuhero datu nuhero shari manha Lakubiriyo Anaharilan Manuharo Kagayo Simaheda Bosma Yono Hasiyo Kadisho Medyo Rainuharo Klimenan hasebise husyo besasnayo hablan abtagayusle bo nebad bodedki nuso halo hadka Emaro hobe tavimo kurboned nuhsadiko dabhe davroho kabil somat vasalusa fano brahmai kise Losa Haso Vashbak Haubay Hundabo Hain Wahain Dashk Bavetani Al Sabarak Moriyo Aloho Hain Sube Kohane kyani bai
Lodaloho Haimal Kuso Lo Mestereo Amgadise Shihodisa Moram Komare Rabad Kohane Asan Kohana Shamesh Dosa Log Deshubuhato. Judges, please know chess number 102. ഉത്സവ പെരുന്നാളിലെ ഉക്കോയോ നാലാം രാവ്